അങ്ങേയറ്റം വേദനാകരവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് ഇവിടെ ഇരുന്നപ്പോൾ കേൾക്കേണ്ടി വന്നത്. സീതാറാം യെച്ചൂരി വിട പറഞ്ഞിരിക്കുന്നുവെന്ന അത്യന്തം ദുഃഖകരമായ വാർത്ത. സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു. ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാലം. എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സീതാറാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട്. പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല. അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. ഏതാനും സമയമായിട്ടേ ഉള്ളൂ. സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നമ്മെ വിട്ടുപിരിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. വളരെ പെട്ടെന്നുണ്ടായ ഒരു അസുഖമായിരുന്നു. അത് ഇൻഫെക്ഷൻ, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. ഇടയ്ക്കത് റിക്കവർ ചെയ്ത് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുന്നില്ലായിരുന്നു, ICUലായിരുന്നു. പക്ഷേ റിക്കവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പെട്ടെന്ന് ഇതായിപ്പോൾ അദ്ദേഹം വിട്ടുപിരിഞ്ഞായിട്ടാണ്. ബാക്കി കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. വളരെ 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 വലിയ അടുപ്പമുണ്ടായിരുന്ന, വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ വളരെ അടുപ്പമുണ്ടായിരുന്നതാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അദ്ദേഹം മുൻ SFI പ്രസിഡന്റ് എന്ന നിലയിൽ, അദ്ദേഹം പ്രസിഡന്റായിരുന്നു SFIയുടെ. അന്നത്തെ കാലം മുതൽ അറിയുന്നതാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ചുമതലക്കാരനായിരുന്നു. അന്നു മുതലുള്ള അടുപ്പമാണ്. പിന്നീട് ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോൾ ദീർഘകാലം 10 വർഷത്തോളം ഞങ്ങളുടെ എല്ലാം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പാർട്ടിയിൽ നിന്നുള്ള ചുമതലക്കാരനായിരുന്നു. രാജ്യസഭയിൽ എത്തുമ്പോൾ രാജ്യസഭയിലെ പാർട്ടി ലീഡറായിരുന്നു. എല്ലാ കാര്യത്തിനും എപ്പോഴും, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും സജീവമായി ഇടപെട്ടിരുന്ന, പാർട്ടിയുടെ ഏറ്റവും സജീവമായ, ഏറ്റവും പ്ലസൻ്റായ, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന വളരെ വലിയൊരു ജനകീയ മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം, ഇങ്ങനൊരു അകാലത്തിലുള്ള വേർപാട് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഇപ്പോഴത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പൊതുവെ ഞങ്ങളുടെ സഹാക്കൾക്ക്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും അറിയുന്ന, അവരുടെ ഏറ്റവും അടുത്തൊരാളായിട്ട് കാണുന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി.